സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച ദേശീയ പണിമുടക്ക്. പണിമുടക്കിൽ എല്ലാ തൊഴിൽ മേഖലകളും സ്തംഭിക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി. പണിമുടക്കിന് മുന്നോടിയായി കോതമംഗലത്ത് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുമാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ബുധനാഴ്ച ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനു മുന്നോടിയായി കോതമംഗലത്ത് നടന്ന കാൽനട പ്രചരണ ജാഥയിൽ നിരവധി പേർ പങ്കെടുത്തു. CPI മണ്ഡലം സെക്രട്ടറി PT ബെന്നി ജാഥ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യം സ്വതന്ത്രമായി 980 വരെയുള്ള പണിമുടക്കെന്ന് പറഞ്ഞാൽ ഒരു ഭയമാണ്. വലിയ ഭയമെടുക്കാനാണ് നടന്നത്. 22 പണിമുടക്കുകൾ നടന്നത്. 990-കളിൽ കോൺഗ്രസ് ഗവൺമെന്റിന്റെ മനസ്സിലായ പ്രധാനമന്ത്രിയും അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗും നമ്മുടെ രാജ്യത്തെ സ്ഥിരമായി അറിയപ്പെട്ടിട്ടുള്ള സാമ്പത്തിക നയത്തിന്റെ ഫലമായി PP മൈദീൻ ഷാ ക്യാപ്റ്റനായും CS സിദ്ദീഖ് വൈസ് ക്യാപ്റ്റനായും ആദർശ് കുര്യാക്കോസ് മാനേജറുമായ ജാഥയ്ക്ക് കോതമംഗലം ചെറിയപ്പള്ളിത്താഴത്ത് സ്വീകരണം നൽകി. KA നൌഷാദ്, KP മോഹനൻ, പ്രശാന്ത് ഐക്കര തുടങ്ങിയവർ കാൽനട പ്രചാരണ ജാഥയിൽ ഉടനീളം നേതൃത്വം നൽകി. തങ്കളത്ത് നടന്ന സമാപന സമ്മേളനം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് PS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ നേതാക്കളും ട്രേഡ് യൂണിയൻ അംഗങ്ങളും പങ്കെടുത്തു. കേരളത്തിലെ എത്രയെത്ര സമരങ്ങൾ നമ്മൾ കണ്ടു. ആ സമരങ്ങളൊന്നും ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞതിന് ഭാഗമായി ആ സമരങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് ചെയ്തത്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ്, കേന്ദ്ര BJP ഗവൺമെന്റ് നമ്മുടെ നാടിനോട് സ്വീകരിക്കുന്ന സമീപനത്തിനെതിരെ വലിയ സമരപോരാട്ടം ഒരുമിച്ച് നിന്ന് നടത്തേണ്ടതിന് അത്തരത്തിലുള്ള സമരപോരാട്ടം നടത്തുന്നില്ല എന്ന് മാത്രമല്ല, ഒറ്റയ്ക്കാണെങ്കിൽ പോലും കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരക്ഷരം പോലും വേണ്ടതില്ല. നമുക്കറിയാം, നമുക്ക് കിട്ടേണ്ട സംസ്ഥാന ഗവൺമെന്റിന് കിട്ടേണ്ട വിഹിതം കൃത്യമായി ലഭ്യമാക്കാതെ അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചു. നമ്മൾ GST വിഹിതം ഉൾപ്പെടെ നമുക്ക് ലഭ്യമാക്കുന്നില്ല. മീഡിയ സൃഷ്ടി കോതമംഗലം.